നമസ്കാരം. വാർത്തയിലെ സത്യം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാലസ്തീൻ ആരാണ്? പാലസ്തീൻ ആരല്ല? ലോകത്തിൽ മനുഷ്യൻ വ്യാപരിക്കുന്ന ഇടങ്ങളിലെല്ലാം അതിന് സമാന്തരമായി അങ്ങേയറ്റം നിഗൂഢമായ കീഴടക്കൽ ത്വരയോടെ ഇസ്ലാമിക ഭീകരതയും വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ സാധാരണക്കാർ അതറിയാൻ വൈകുന്നത് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായ പാക്കേജുകളിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്നതിനാലാണ്. ആഗോള വ്യാപകമായി അത്തരം നിലപാടുകളുമായി നിലകൊള്ളുന്ന ദൃശ്യമാധ്യമമായിരുന്നു ഖത്തറിന്റെ ഫണ്ടോടെ പ്രവർത്തിക്കുന്ന അൽ ജസീറ എന്ന ടെലിവിഷൻ ചാനൽ. ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കുന്ന നിരവധി വാർത്തകൾ ചെയ്ത് ഹമാസ് തീവ്രവാദികളോടൊപ്പം ശക്തമായി നിന്നെങ്കിലും പാലസ്തീനെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന അധികാര ശ്രേണിക്ക് അതത്ര കാര്യമായി പിടിച്ചില്ല. പാലസ്തീനിൽ ഇനി പ്രക്ഷേപണം തുടരാനാകാത്ത നിലയിൽ അൽ ജസീറയെ നിരോധിച്ചുകൊണ്ട് അവർ ഏവരെയും ഞെട്ടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ആന്തരിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അത്ര കാര്യമായിട്ട് അറിവില്ലാത്ത ആഗോള ഇസ്ലാമിക സമൂഹത്തെ വികാരപരമായി ഇളക്കി വിടുന്നത് പ്രഖ്യാപിത ലക്ഷ്യമാക്കിയ അൽ ജസീറ പൊട്ടാത്ത ബോംബുകളുടെയും നടക്കാത്ത യുദ്ധത്തിന്റെയും ഇല്ലാത്ത ഇരകളുടെയും ക്രിയേറ്റഡ് വീഡിയോകളും ഫോട്ടോഷോപ്പ് ഇമേജുകളും കാണിച്ചു നടത്തിയ തെറ്റിദ്ധരിപ്പിക്കലുകൾ അന്തർദേശീയ നിലവാരത്തിലായിരുന്നു. എന്നിട്ടും പാലസ്തീൻ അവരെ ചവിട്ടി പുറത്താക്കി വാതിലടച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഏവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അൽ ജസീറയുടെ വെസ്റ്റ് ബാങ്ക് രാമള്ളയിലെ ഓഫീസുകൾ ഏതാനും ആഴ്ചകൾക്കപ്പുറത്ത് ഇസ്രായേൽ സൈന്യം റെയ്ഡ് ചെയ്ത് അടച്ചു പൂട്ടുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അൽ ജസീറയ്ക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കും കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് പാലസ്തീൻ അതോറിറ്റി ഈ നടപടിയെടുത്തത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മപ്രഹരത്തിന് ആക്കം കൂട്ടുന്ന മാതിരി നടപടികളുമായി പാലസ്തീൻ മുൻപോട്ട് പോയെന്ന ചോദ്യം പലരും ഇപ്പോൾ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. കൃത്യമായ ഇടവേളകളിൽ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് പോലെയും അവരുടെ തിരിച്ചടി പോലെയും മാത്രമായി ഒക്ടോബർ 7 ആക്രമണങ്ങൾ അവസാനിക്കുമെന്നല്ലാതെ തങ്ങളുടെ വേരും കൊമ്പും ശേഷിപ്പിക്കാത്ത ഒരു സംഹാര താണ്ഡവം തന്നെ ഇസ്രായേൽ പുറത്തെടുക്കുമെന്ന് ഹമാസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ 1200 പേരെ ക്രൂരമായി കൊല്ലുകയും അനേകരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ഹമാസിന്റെ ഹീനമായ ക്രൂര കൃത്യങ്ങളെ വെള്ള പൂശേണ്ടത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് അനിവാര്യതയായി മാറി. ആയതിന്റെ കൂട്ടുത്തരവാദിത്തം ഏറ്റെടുത്താണ് അൽ ജസീറ കളത്തിലിറങ്ങിയത്. അതിനവർ ആദ്യം ചെയ്തത് ഹമാസിനെയും പാലസ്തീനെയും ഒന്നാക്കി മാറ്റുക എന്നതായിരുന്നു. അൽ ജസീറയുടെ അത്തരം ധർമ്മം മറന്ന മാധ്യമ പ്രവർത്തനം കൊണ്ടാണ് പാലസ്തീനോടും അവിടുത്തെ ഔദ്യോഗിക പാർട്ടിയായ ഫത്തയോടും ഒരു ബന്ധവുമില്ലാത്ത ഹമാസ് പാലസ്തീനായി രൂപാന്തരം പ്രാപിച്ചത്. മുൻപ് പലവട്ടവും ഹമാസിനോട് ആയുധക്കളികൾ നിർത്തണമെന്ന് പോലും പാലസ്തീൻ പറഞ്ഞിരുന്നുവെന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. യാസർ അറാഫത്തിന്റെ കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി സൗഹൃദം കാട്ടിയിരുന്നത് പാലസ്തീനോടാണെന്നും ഹമാസിനോടല്ലായിരുന്നു എന്നതുമാണ് യാഥാർത്ഥ്യം. എന്നാൽ തൽപര കക്ഷികൾ ഇതിനെ സൗകര്യപൂർവ്വം അതിനെ മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കേരളത്തിൽ പലരും ഹമാസിനെ പോരാളികളും സേനാനികളുമൊക്കെയാക്കി അലങ്കരിച്ചത്. മിഡിൽ ഈസ്റ്റിനെ കാലങ്ങളായി കലാപങ്ങളുടെ വേദിയായി മാറ്റിക്കൊണ്ട് നടക്കുന്ന സംഘർഷങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്നും പാലസ്തീൻ വാസ്തവത്തിൽ ആർക്ക് അവകാശപ്പെട്ടതാണെന്നും ഏവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ലോക രാഷ്ട്രങ്ങളുടെ ചരിത്രം വസ്തുനിഷ്ഠമായി പഠിച്ചാൽ മനസ്സിലാകുന്നത് പാലസ്തീൻ അഥവാ കാനാൻ എന്നൊരു സ്ഥലം ഇസ്രയേലിൽ ഉണ്ടായിരുന്നു.
പക്ഷേ പാലസ്തീൻ എന്നൊരു രാജ്യം ചരിത്രത്തിൽ ഒരിടത്തും ഇല്ലായിരുന്നു എന്നതാണ്. കാലത്തിനും ചരിത്രത്തിനും അപ്പുറത്തേക്ക് പോകുന്ന ആധികാരിക രേഖയായ വിശുദ്ധ വേദപുസ്തകം ഇതേക്കുറിച്ച് സന്ദേഹങ്ങൾക്ക് ഇടയില്ലാത്ത വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അബ്രഹാം തന്റെ പിതൃ സഹോദര പുത്രനായ ലോത്തുമായി പിരിഞ്ഞതിന് സർവശക്തനായ ദൈവം കാനാൻ ദേശമെന്ന പാലസ്തീനെ കുറിച്ചുള്ള വിവരങ്ങൾ അബ്രഹാമിന് നൽകി. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുന്നത്. പിൽക്കാലത്തെ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ BC 11-ാം നൂറ്റാണ്ട് മുതൽ ചരിത്രത്തിൽ കാണുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെ ഒരു പ്രവിശ്യ മാത്രമായിട്ടാണ് പാലസ്തീനെ കാണുന്നത് എന്നതാണ്. അവിടെയാണ് സാവൂൾ, ദാവീദ്, സോളമൻ എന്നീ രാജാക്കന്മാർ ഭരിച്ചത്. എന്നാൽ സോളമന്റെ ഭരണശേഷം രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ട് പോകുകയും അവരിൽ ഭൂരിപക്ഷം പോന്ന ഒരു സമൂഹം സമരിയ തലസ്ഥാനമായി ഇസ്രായേൽ എന്ന പേരിലും ന്യൂനപക്ഷമായ മറുഭാഗം ജെറുസലേം തലസ്ഥാനമായി യൂദ എന്ന പേരിലും 2 രാഷ്ട്രങ്ങളായി മുൻപോട്ടു പോയി. എന്നാൽ ഇവരുടെ നീക്കങ്ങളെല്ലാം അവരുടെ ദൈവമായ യഹോവയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിരുന്നതിനാൽ ദൈവം അവരെ ഇതര രാഷ്ട്രങ്ങൾക്ക് ഏൽപ്പിച്ചു. അങ്ങനെ BC 720-ൽ മന്നാസെ എന്ന രാജാവ് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശക്തി പ്രാപിച്ചുവന്ന അസീറിയൻ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കി അവിടെയുണ്ടായിരുന്ന യഹൂദന്മാരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി ഗോസാൻ നദീതീരം, ഹലഹ്, ഹാമോർ, മേദ്യരുടെ പട്ടണം എന്നീ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. അതിനുശേഷം ഒരു നൂറ്റാണ്ടോളം കഴിഞ്ഞ് BC 606-ൽ ദാവീദ് വംശത്തിന്റെ ഒടുവിലത്തെ രാജാവായിരുന്ന സെദക്കിയയുടെ ഭരണകാലത്ത് നെബൂഖദ്നേസറിന്റെ ബാബിലോൺ യഹൂദയെ ആക്രമിച്ച് കീഴടക്കി. അവിടം തൊട്ട് യൂദ എന്നും ഇസ്രായേൽ എന്നും അറിയപ്പെട്ട ഇസ്രായേൽ നിർജ്ജന പ്രദേശമായി മാറുകയാണ് ഉണ്ടായത്. അവിടേക്ക് AD 600-നോടനുബന്ധമായി മുസ്ലിമുകളും അതിനുശേഷം ഒട്ടോമൻ തുർക്കികളും അധിനിവേശം ചെയ്ത് കടന്നു വന്നു. എന്നാൽ ആ കാലത്ത് പോലും പാലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ ജനനത്തിനും മരണത്തിനും ഉയർപ്പിനും ശേഷം AD 70-ൽ തീത്തോസ് കൈസർ ജെറുസലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതോടെ ആ രാഷ്ട്രം പൂർണ്ണമായി അസ്തമിക്കുകയും യഹൂദന്മാർ ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രവാസികളായി പോകുകയും ചെയ്തു. എന്നാൽ അവരെ തിരിച്ച് ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത് ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയായിരുന്നതിനാൽ 1914 മുതൽ 1919 വരെ ലോകത്തെ മുഴുവൻ ചുട്ടരിച്ച 1-ാം ലോക മഹായുദ്ധത്തിനും 1939 1944 കാലഘട്ടത്തിൽ നടന്ന 2-ാം ലോക മഹായുദ്ധത്തിനും ശേഷം യഹൂദന്മാർ കൂട്ടത്തോടെ ഇസ്രായേലിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. 1947-ൽ ബ്രിട്ടന്റെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേലിന് ഒരിക്കൽ നഷ്ടപ്പെട്ട പ്രവിശ്യകൾ ലഭിച്ചുവെങ്കിലും അവർക്ക് പണ്ടത്തെ സ്ഥലങ്ങൾ പൂർണ്ണമായി തിരികെ കിട്ടിയില്ല. കിട്ടിയതാകട്ടെ വളരെ ചെറിയ ഒരു ഭൂപ്രദേശം മാത്രമായിരുന്നു. ഒട്ടോമൻ തുർക്കികളുടെ അധിനിവേശത്തിന്റെ ഇടയിലൂടെ കൈയടക്കിയ ഭൂപ്രദേശത്തെ പാലസ്തീൻ രാഷ്ട്രമെന്ന് വിളിച്ച് അന്യരുടെ ഭൂമിയിൽ കയറി അത് സ്വന്തമാണെന്ന് വിളിച്ചു പറഞ്ഞാണ് ഇസ്ലാമിക ശക്തികൾ പോരാട്ടവുമായി ഇറങ്ങിയത്. 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യം മുതൽ മടങ്ങി രാജ്യത്തെത്തിയ യഹൂദന്മാർ തങ്ങളുടെ പിതാക്കന്മാരുടെ സ്വന്തം മണ്ണ് അറബികളുടെ കയ്യിൽ നിന്നും പണം കൊടുത്ത് തിരികെ വാങ്ങിയാണ് ജീവിതം തിരിച്ചു പിടിച്ചത്. എന്നാൽ അറബികൾക്ക് സ്വന്തം രാജ്യം വില കൊടുത്തു വാങ്ങി അവിടെ താമസമാക്കിയ യഹൂദന്മാരോട് ഉണ്ടായിരുന്നത് കടുത്ത അസഹിഷ്ണുതയായിരുന്നു. അവർ ആകും പോലെയൊക്കെ യഹൂദന്മാരെ ഉപദ്രവിച്ചു. അതിന്റെ ഒടുവിലാണ് ഇസ്രായേൽ രാഷ്ട്രം യഹൂദനും അടുത്ത പ്രവിശ്യ അറബികൾക്കും തീർപ്പാക്കി. 1947 മുൻപ് പാലസ്തീൻ എന്ന ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നേയില്ല. സിറിയ, ഇറാൻ, ഈജിപ്ത് അടക്കമുള്ള ഇസ്ലാമിക പ്രവിശ്യകളിൽ നിന്നും വന്നു ചേർന്ന ഇസ്ലാം മതസ്ഥർ പാലസ്തീൻ അതിപുരാതന കാലം മുതൽ അവരുടെ പൂർവികന്മാരുടെ സ്വന്തം മണ്ണാണെന്ന പച്ച കള്ളം പറഞ്ഞ് ഇസ്രായേലിനെതിരെ പോരാട്ടം ആരംഭിക്കുകയായിരുന്നു.
ഇതാണ് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ. അക്കാലം തൊട്ട് കഠിനാധ്വാനികളും ബുദ്ധിമാന്മാരുമായ യഹൂദന്മാർ ജീവിതത്തിൽ നേടുന്ന നേട്ടങ്ങളും വിജയങ്ങളും നൂതനമായ കണ്ടുപിടുത്തങ്ങളുമൊക്കെയായി ലോക രാഷ്ട്രങ്ങളെ സ്വാധീനിച്ച് കീഴടക്കുകയും വിജയപേരി മുഴക്കി മുൻപോട്ടു പോവുകയും ചെയ്യുന്നത് കണ്ട് അസൂയ മൂത്താണ് പാലസ്തീനിൽ താമസിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി പാലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ ഇടയിൽ മതത്തെ ഉയർത്തി കലാപ കലുഷിതമായി അവർ മുൻപോട്ടു പോകാൻ തുടങ്ങിയത്. അങ്ങനെ ഹമാസ് ഗാസ കേന്ദ്രമാക്കി വിന്യസിക്കുകയും യഹൂദന്മാരുടെ നേരെ ആക്രമണവും ആരംഭിച്ചു. അത്തരത്തിൽ പാലസ്തീൻ അല്ലാത്ത ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി മാത്രമാണ് അൽ ജസീറ എന്ന തീവ്ര ഇസ്ലാമിക മാധ്യമം പണിയെടുത്തുകൊണ്ടിരുന്നത്. അവരുടെ ജീർണിച്ച മാധ്യമ പ്രവർത്തനം കൊണ്ട് യുദ്ധത്തിന്റെ മൂർധന്യതയിൽ പോലും ഇസ്രായേലിനെ ആശ്രയിച്ച് അതിജീവനം കഴിക്കുന്ന പാലസ്തീന് ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല. അൽ ജസീറയെ പൂട്ടിക്കെട്ടി വിടുക എന്ന ഒരു ധീരമായ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ലോകക്രമത്തിന് തന്നെ മാറ്റം വരുത്തുമെന്ന് ഉറപ്പുള്ള ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആകാൻ പോവുകയാണെന്നും താൻ അധികാരം ഏറ്റെടുക്കും മുൻപ് ഇസ്രായേൽ ബന്ദികളെ തിരികെ കൊടുത്ത് സമവായം തേടിക്കൊള്ളാനുള്ള കൃത്യമായ മുന്നറിയിപ്പും ഇതിനോടകം ഹമാസിന് ട്രംപ് നൽകി കഴിഞ്ഞെന്നും തിരിച്ചറിഞ്ഞ പാലസ്തീൻ അതോറിറ്റി, പാലസ്തീൻ അധികാരികൾ, ക്യാബിനറ്റ് കൂടി ഹമാസിന് വേണ്ടി പാലസ്തീനെ വഞ്ചിക്കുകയും കലാപത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന തരം വാർത്തകൾ പ്രക്ഷേപണം ചെയ്ത അൽ ജസീറ ടിവിയെ ബാൻ ചെയ്തുകൊണ്ട് ബുദ്ധിപൂർവമായ നീക്കം നടത്തുകയായിരുന്നു. ഇന്ത്യ അടക്കം ലോകത്തിലെ 75% രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള പാലസ്തീന് അത് അനിവാര്യമായിരുന്നു. അടിസ്ഥാനരഹിതമായ വാർത്തകൾ അതിര് കടന്നപ്പോൾ ഒരു വേള US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നേരിട്ട് അൽ ജസീറയ്ക്ക് താക്കീത് നൽകിയതായിരുന്നു. പാലസ്തീൻ അതോറിറ്റിയെയാണ് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. അടുത്ത കാലം വരെ ഗാസയും അതോറിറ്റിയുടെ കീഴിൽ തന്നെയായിരുന്നു. ഈ അതോറിറ്റിയെയാണ് ഈ യുദ്ധക്കെടുതികളിൽ നിന്ന് കരകയറാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായിച്ചത്, അല്ലാതെ ഹമാസ് തീവ്രവാദികളെ ആയിരുന്നില്ല. എന്നാൽ ഗാസയിൽ ആധിപത്യം സ്ഥാപിച്ച ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി കുരയ്ക്കാനാണ് മത തീവ്രവാദത്തെ അനുകൂലിക്കുന്നവർക്ക് ഇഷ്ടം. ഏതായാലും ഈ നീക്കത്തോടെ പാലസ്തീൻ ആരാണെന്നും പാലസ്തീൻ ആരല്ലെന്നും ഹമാസ് തീവ്രവാദികൾ പാലസ്തീന്റെ ആരാണെന്നും ലോകത്തിൽ എല്ലാവർക്കും ബോധ്യമായി. ഹമാസ് തീവ്രവാദികളുടെ തട്ടകമായ ഗാസയിൽ മാത്രമേ ഇസ്രായേൽ ആക്രമണം നടത്തിയുള്ളൂ. എങ്കിലും അൽ ജസീറ പറഞ്ഞത് പാലസ്തീനിലെ നിരപരാധികളെ മുഴുവൻ ആക്രമിച്ചു എന്നാണ്. ഗാസയിലെ മരണങ്ങളെ കുറിച്ച് അൽ ജസീറ വിഷ്വൽ ഗ്രാഫിക് പ്രൊഫഷണലുകളെ ഇരുത്തി ഉണ്ടാക്കിയ വീഡിയോകളും ഫോട്ടോകളും കള്ളക്കണക്കുകളും കാണിച്ച് ശക്തമായി തെറ്റിദ്ധരിപ്പിക്കലുമായി മുൻപോട്ട് പോവുകയായിരുന്നു. ഏതായാലും അൽ ജസീറ ടിവിയെ പാലസ്തീൻ നിരോധിച്ചതോടെ പ്രത്യേക അജണ്ട മുൻനിർത്തി ഹമാസ് ഈക്വൽ ടു പാലസ്തീൻ എന്ന് പാടി നടന്ന ചിലരുടെ കാപ്പട്യത്തിന്റെ കടലാസ് കൊട്ടാരം നിലം പൊത്തിയിരിക്കുകയാണ്. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.